കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൗജന്യ ചികിത്സ മുടക്കമില്ലാതെ നടക്കുന്നുണ്ടെന്നും അവശ്യമരുന്നുകൾ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കാരുണ്യ ഫാർമസി വഴി നൽകുന്നുണ്ടെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ അറിയിച്ചു. മന്ത്രി വീണ ജോർജ് പ്രത്യേകം താൽപര്യമെടുത്താണ് അവശ്യമരുന്നുകൾ കാരുണ്യ ഫാർമസി വഴി ലഭ്യമാക്കിയത്. ഡയാലിസിസിന് വേണ്ട ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ശനിയാഴ്ചയോടെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, ഗുഡ് മോർണിംഗ്. വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് ഇത്. പല രീതിയിൽ പല വാർത്തകളും വരുന്നുണ്ടായിരുന്നു. ആവശ്യമായ മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാകുന്നില്ല എന്ന തരത്തിൽ നിരന്തരം റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ നൽകുന്നുമുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് എന്നും വ്യക്തമാകുകയാണല്ലേ? തീർച്ചയായും പ്രിയ, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനരഹിതമായ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ വലിയ പ്രശ്നങ്ങളാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിനെ ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തായി നടന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലായാലും വയനാടായാലും മലപ്പുറത്തായാലും ഉള്ള ആളുകൾ, സാധാരണക്കാരായ ആളുകൾ അടിയന്തര ചികിത്സ ആവശ്യമായി വന്നാൽ എത്രയും പെട്ടെന്ന് എത്തിക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. എല്ലാവർക്കും ആശ്രയമായ ഒരു ആശുപത്രിയാണ്. 3-4 ജില്ലകൾക്കടക്കം ആശ്രയമായ ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. അത്രയും വിദഗ്ധരായ ഡോക്ടർമാർ, അത്രയും വിദഗ്ധമായ ചികിത്സ, ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ജീവനക്കാർ. ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരന് ആശങ്കയില്ലാതെ സമീപിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയമായി തകർക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മരുന്ന് വിതരണം നിർത്തിവെക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. എന്നാൽ മന്ത്രി വീണ ജോർജ് അടിയന്തരമായി ഇടപെട്ട് 150 അവശ്യ മരുന്നുകൾ ഇവിടേക്ക് ലഭ്യമാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അവശ്യ മരുന്നുകൾ എന്ന് പറയുന്നത് ക്യാൻസർ രോഗികൾക്കും വൃക്ക രോഗികൾക്കും അടക്കമുള്ള അവശ്യ മരുന്നുകൾ, അതുപോലെ തന്നെ ഡയാലിസിസിന് ആവശ്യമായ ഫ്ലൂയിഡ് അടക്കം ശനിയാഴ്ച അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ സൗജന്യ ചികിത്സകൾ ഒന്നും തന്നെ മുടങ്ങിയിട്ടില്ല. അതൊക്കെ തന്നെ സാധാരണ രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ഇന്നലെ വൈകുന്നേരം ചേർന്ന അടിയന്തര യോഗം ചേർന്നിരുന്നു. അത് ഈ മരുന്ന് വിതരണ കമ്പനികളുടെ ആളുകളുമായും മരുന്ന് വിതരണക്കാരുമായും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതരുമായും നടത്തിയ ചർച്ച, ഇവർ ഇരുന്നുകൊണ്ട് ചർച്ച നടത്തിയതിനു ശേഷം മരുന്ന് വിതരണക്കാർ പറയുന്നത് തങ്ങൾക്ക് ഒരുപാട് തുക കിട്ടാനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഘട്ടം ഘട്ടമായി ഈ തുകയൊക്കെ തന്നെ കൊടുത്തു തീർക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാണ്. അത് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചതുമാണ്. ഇതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ ദിവസം കൊടുത്തതുമാണ്. എന്നാൽ മരുന്ന് വിതരണക്കാർ വീണ്ടും സമരം തുടരാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ മെഡിക്കൽ കോളേജ് അധികൃതരുമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ താൽക്കാലിക പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി 150 അവശ്യ മരുന്നുകൾ ഉടനെ തന്നെ ലഭ്യമാകുന്ന, കാരുണ്യ വഴി ലഭ്യമാക്കുന്ന സംവിധാനം ഗവൺമെന്റ് തലത്തിൽ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരിക്കലും സാധാരണക്കാരന്റെ ചികിത്സയ്ക്ക് ഇതൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അടിയന്തരമായി ആരോഗ്യ മന്ത്രി വീണ ജോർജ് ഇടപെട്ട് ഈ പ്രശ്നമൊക്കെ തന്നെ പരിഹരിച്ചത്. ഈ പ്രശ്നം പരിഹരിച്ചിട്ട് പോലും അത് അംഗീകരിക്കാത്ത വിധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നവിടെ സത്യാഗ്രഹ സമരം അടക്കം സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോഴിക്കോട് MP രാഘവന്റെ നേതൃത്വത്തിൽ അവിടെ സത്യാഗ്രഹ സമരം അടക്കം സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. എന്തായാലും ഇതിനെ ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗമാക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ഉദ്ദേശം. സർക്കാർ അതിനുള്ള നടപടികളെല്ലാം തന്നെ, അടിയന്തര നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. രോഗികൾക്കും സാധാരണക്കാരനായ ജനങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചികിത്സാ സൗകര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഒരു ഘട്ടം തുക കൊടുത്തു തീർത്തത്. അതുപോലെ തന്നെ 150ഓളം അവശ്യ മരുന്നുകൾ കാരുണ്യ വഴി കൊടുക്കാനും തീരുമാനിച്ചത്. അത് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച തന്നെ മരുന്നുകളെല്ലാം എത്തിത്തുടങ്ങി എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. പ്രിയ, ശരി. ജോഷിലയെ അനശ്വരയും പ്രദീപൻ കുനിയിലും അതുപോലെ തന്നെ ബഷീറും ഒക്കെ തിരക്കുന്നുണ്ട്. ആശംസകൾ അറിയിക്കണമെന്നും പറയുന്നുണ്ട്. അതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഈ ഘട്ടത്തിൽ.